വൈദ്യുതി എത്ര കാലമുണ്ടാകുമെന്ന് കൃത്യമായി പറയാന് കഴിയില്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കാലാവസ്ഥയില് വന്ന വലിയ വ്യതിയാനമാണ് പ്രതിസന്ധിക്ക് കാരണം. വൈദ്യുതിയുടെ ഉപയോഗത്തില് വലിയ തോതില് വർധനവുണ്ടായി. കഴിഞ്ഞ വർഷം ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതിയായിരുന്നെങ്കില് ഇത്തവണ അത് 4600 മുതൽ 4800 മെഗാവാട്ട് വരെയായി ഉയർന്നു. പുതിയ സ്ഥാപനങ്ങളും വീടുകളും ഇലക്ട്രിക് വാഹനങ്ങളും പുതിയ ഉപകരണങ്ങളും അടക്കം വന്നതോടെ വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിച്ചു. അതേസമയം വൈദ്യുതിയുടെ ഉൽപ്പാദനം കുറഞ്ഞുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മാധ്യമങ്ങളോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ജലസംഭരണിയില് ജലത്തിന്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞു. കഴിഞ്ഞ തവണ 60% ഇത്തവണ അത് 28%. വൈദ്യുതി ഉൽപ്പാദനത്തില് കുറവും ഉപഭോഗത്തില് വലിയ വർധനവുമുണ്ടായി. ഇതും പ്രതിസന്ധിക്ക് കാരണമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രശ്നം പരിഹരിക്കാന് ശ്രമം നടക്കുന്നുണ്ട്. അതിനായി ദീർഘകാല കരാറുകള് പുനഃസ്ഥാപിക്കാനുള്ള നിയമപരമായ സാധ്യതകള് പരിശോധിച്ചുവരികയാണ്. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജൂൺ മാസത്തില് മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയില് ഏപ്രിൽ, മെയ് മാസത്തെ പ്രതിസന്ധി പരിഹരിക്കാന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ഇത് തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹ്രസ്വകാല കരാറിലൂടെ കൂടുതൽ വില നൽകി വൈദ്യുതി വാങ്ങാന് ശ്രമിക്കും. ഇതിനായി കമ്മീഷനോട് അനുമതി തേടിയിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാത്രികാലങ്ങളില് വൈദ്യുതിയുടെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കണം. അലങ്കാര ലൈറ്റുകള് അടക്കം അനാവശ്യ ഉപയോഗം കുറയ്ക്കണം. വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എയർ കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ താഴരുത് എന്നത് അത്തരത്തിലൊരു നിർദ്ദേശമായിരുന്നു. രാത്രികാലങ്ങളില് ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. മുൻമന്ത്രി എ.കെ. ബാലന് ഇത്തരത്തില് ഒരു അഭ്യർത്ഥന മുന്നോട്ടുവയ്ക്കണമെന്ന് പറഞ്ഞു. UDF സർക്കാർ വരുന്നതിനു മുൻപ് കേരളത്തില് വൈദ്യുതി പ്രതിസന്ധിയുണ്ടായിരുന്നു. നിലവിലെ പ്രതിസന്ധി പുതിയ കാര്യമല്ല. സോളാർ ഊർജ്ജം സംഭരിക്കാൻ സംവിധാനമില്ലെന്നും BESS സംവിധാനങ്ങള് ഫലപ്രദമാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമാണെന്നുള്ള വിവരവും പുറത്തുവന്നു. 2025 ജൂലൈ മാസത്തെ പീക്ക് ടൈം ആവശ്യകത 3500.036000 മെഗാവാട്ടായിരുന്നെങ്കിൽ ഈ വർഷം ജൂലൈയില് അത് 4600.4800 മെഗാവാട്ട് വരെയായി. കഴിഞ്ഞ വർഷം ജൂലൈ പ്രതിദിന ഉപയോഗം 70 ദശലക്ഷം യൂണിറ്റായിരുന്നെങ്കിൽ ഈ വർഷം ജൂലൈയില് അത് 78 ദശലക്ഷം യൂണിറ്റായി. 2025 ജൂലൈയിലെ ജലവൈദ്യുത ഉൽപ്പാദനം 45 ദശലക്ഷം യൂണിറ്റാണെങ്കിൽ ഈ വർഷം അത് 14 മുതൽ 17 വരെ ദശലക്ഷം യൂണിറ്റ് മാത്രമായി. ഇടുക്കി ജില്ലയില് മഴ ലഭ്യതയില് 55% കുറവാണുണ്ടായത്.